എനിക്കൊരു സാരിയും കൂടെ മേടിച്ചു. കണ്ടാ ചേരണ് സർപ്രൈസ് ആയിട്ട് കൊച്ചിയിലോട്ട് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും അടിപൊളിയല്ല, കുഴപ്പമില്ലാണ്ടിരിക്കണു. വയ്യ, സൗണ്ടൊക്കെ ഫുൾ പോയിരിക്കുകയാണ്, മൊത്തം രോഗി ബോർഡിലിരിക്കുകയാണ് ഞാൻ. ഓക്കെ, സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് May 14th സോനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളിപ്പോൾ കൊച്ചിയിലാണുള്ളത്. അവൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അവൾ ഭയങ്കര സാഡായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് അവൾ കൊച്ചിയിൽ ബർത്ത്ഡേ, അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ അല്ലേ. അപ്പോൾ ഭയങ്കര സാഡായിരുന്നു. അപ്പോൾ ഞാനും അങ്കിളും ആൻറ്റിയും, അതായത് അവളുടെ അച്ഛനും അമ്മയും ഞാനും കൂടി സർപ്രൈസ് ആയിട്ട് കൊച്ചിയിലോട്ട് പോകാൻ പോവാണ്. അവൾക്ക് ഒരു ക്ലൂ ഇല്ല, ഐഡിയ ഒന്നും ഇല്ല. ഇന്നലെ രാത്രി ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. ഇപ്പോൾ സമയം 8 എന്തോ ആയി. ട്രെയിനിലാണ് പോണത്. 9:45 എങ്ങാണ്ടാണ്. അപ്പോൾ സമയമായി. അപ്പോൾ വേഗം ഞാൻ റെഡിയൊക്കെ ആയി. സോ വേഗം പോകണം. സോ യെസ്, അതായിരിക്കും ഇന്നത്തെ വ്ളോഗ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ വ്ളോഗ്. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ടീഷർട്ട് ആൻഡ് ഉടുപ്പ്. ഒന്നിനും വയ്യ എനിക്ക് റെഡി ആവാൻ. എനിക്ക് സൗണ്ടില്ല, തൊണ്ടവേദന, ശ്വാസം മുട്ടൽ, വയറുവേദന, എല്ലാ വേദനകളും ഉണ്ട്. എൻ്റെ ബോഡിയിൽ ഇപ്പം ഇല്ലാത്ത വേദന ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം റെഡി ആവാം. അച്ഛനമ്മ താഴെ എനിക്ക് വെയിറ്റ് ചെയ്യണം, പോകണം. അപ്പോൾ യെസ്, നമുക്ക് ഇറങ്ങാം. സോ ഞാൻ ഇറങ്ങുന്ന ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് കാണാൻ കുറച്ച് വിഷ്വൽസ് ഉണ്ട്. വിച്ച് ഇസ് അമ്മയുടെ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് ഞാൻ സർപ്രൈസ് കൊടുത്തത്. പക്ഷെ അതൊരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അതും കൂടെ ഒന്ന് കുത്തിക്കയറ്റാം. നിങ്ങൾ പോയി അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്ത വ്ളോഗൊക്കെ കണ്ടിട്ട് വായോ. അപ്പോഴത്തേക്കും ഞാൻ സോൻ്റെ വീട്ടിലെത്തും. അവിടെ ചെന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ വേണം ഇറങ്ങാൻ. അങ്കിളും ആൻറ്റിയും ഓൾമോസ്റ്റ് അവിടെ റെഡി ആയി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് വേഗം ഇറങ്ങാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, ഇന്ന് ഇപ്പോൾ സമയം ഏകദേശം 11:48 എന്തോ ആയി. സോ 12 മണിയാകുമ്പോഴത്തേക്കും അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇത്തവണ ആക്ച്വലി നമുക്ക് ഭയങ്കരമായിട്ട് ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ബർത്ത്ഡേ ആക്ച്വലി ഞങ്ങൾ മറന്നുപോയി. ഞാനാണേലും അച്ഛനാണേലും ചേട്ടനാണെങ്കിലും ഒക്കെ മറന്നുപോയി. ഞാനൊരു ട്രിപ്പിൻ്റെ സമയത്തായിരുന്നു. അങ്ങനെ എല്ലാവരും മറന്നു. സാധാരണ ഞാനാണെങ്കിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത് ഡേറ്റ്സ്. അപ്പോൾ ഞാൻ മറന്നുപോയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവരും മറന്നു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. കഴിഞ്ഞ വർഷം ആരും വിഷു പോലും ചെയ്തില്ല, അങ്ങനെ ആഘോഷിച്ചില്ല എന്നല്ല, ആരും വിഷു പോലും ചെയ്തില്ല എന്നുള്ളത് വിഷമമായിരുന്നു. അപ്പോൾ അപ്പോഴേ ഐ ഹാഡ് എ പ്ലാൻ ദറ്റ് അടുത്ത ബർത്ത്ഡേക്ക് അമ്മേനെ സർപ്രൈസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഈ വർഷം അപ്പൂപ്പൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ആഘോഷിക്കേണ്ടെന്ന് അമ്മ ആദ്യമായപ്പോഴേ ഞാൻ ചോദിച്ചു എന്താ വേണ്ടെന്നെല്ലാം ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട, ആഘോഷിക്കേ വേണ്ട എന്ന് അമ്മയ്ക്ക് ഭയങ്കര വാശിയായിരുന്നു. കേക്ക് പോലും കട്ട് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ടെന്ന് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എന്തോ എനിക്കും ചേട്ടനും അച്ഛനൊക്കെ ഒരു കേക്ക് മീൻസ് ഭയങ്കര ആഘോഷിക്കാനൊന്നുമില്ല. ഇപ്പോൾ വീട്ടിൽ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഞാൻ കേക്ക് മേടിച്ചു. പിന്നെ 2 ദിവസം മുമ്പേ ഞാൻ വേറൊരാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയ സമയത്ത് അമ്മയ്ക്കൊരു സാരിയും കൂടെ മേടിച്ചു. അമ്മ കുറേ നാളായിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കടയിൽ പോയിട്ട് സാരി മേടിച്ചു. അപ്പോൾ ഐ ഹോപ്പ് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത്. ഇഷ്ടപ്പെടുന്നോ ഇല്ലയെന്നുള്ളതല്ല, എനിക്ക് ചെയ്യാൻ തോന്നി ഞാൻ ചെയ്തു. ഇപ്പോൾ അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും പറഞ്ഞു വെച്ചാൽ നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ ഗ്രാൻഡായിട്ട് എന്തായാലും സെലിബ്രേറ്റ് ഒന്നും ചെയ്തില്ല. പക്ഷേ അമ്മയ്ക്ക് കഴിഞ്ഞ തവണ ഞങ്ങൾക്കൊന്നും അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിലും കൂടി ഇത്തവണ സാരിയും കേക്കും മാത്രം മേടിച്ചു. അങ്ങനെ വേറെ വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അമ്മയ്ക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ സാരി മേടിക്കാൻ പോയിരുന്നു. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. നമ്മളിപ്പം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഇവിടെയും അമ്മമ്മയുടെ അപ്പൻ്റെ അവിടെ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. ഞങ്ങൾ രാത്രി മാത്രമാണ് ഇവിടെ വരുന്നത്, അല്ലാത്ത സമയത്ത് അവിടെയാണ്. അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ വീഡിയോസും കാര്യങ്ങളാണെങ്കിലും ഒന്നും കാണാത്തത്. അപ്പോൾ നമ്മളങ്ങനെ പോയി വരണോണ്ട് നമുക്ക് എനിക്ക് പുറത്ത് വരാനൊന്നും പറ്റാത്തതുകൊണ്ട് അമ്മ ഒന്നുമേ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കേക്കും ഞാനിന്ന് മേടിച്ചു. പക്ഷെ ചെറിയ പണി പാളി ഗൈസ്. കേക്ക് ചെറുതായിട്ടൊന്ന് ഉൾട്ടയായിട്ട് ഞാൻ അവിടെ കൊണ്ടുവച്ച്. ഇവിടെ വെച്ചപ്പോഴാണോ അത് ഫ്രിഡ്ജിൽ നിന്ന് മേടിച്ചപ്പോഴാണ് എനിക്കറിയില്ല, ഒന്ന് തിരിഞ്ഞു പോയി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അമ്മയൊക്കെ പച്ചയാവുന്നിരിപ്പുണ്ട്. പക്ഷേ എനിക്കത് വിഷമമായി. അത് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. അത് മൊത്തം പ്ലിൻസ് നായി. പിന്നെ കുഴപ്പമില്ല, പോട്ടെ. ഞാൻ അതങ്ങനെ ആലോചിച്ച് വിഷമിക്കണല്ലോ.
കാരണം ഇത് കാണുമ്പോൾ നമ്മൾ ഇത്രയെങ്കിലും ചെയ്താലും അമ്മ ഹാപ്പി ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അമ്മ താഴെയുണ്ട്. എന്താണ് അമ്മയുടെ വേഷം ഒന്നുമില്ല എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ക്യാമറയോടെ വേറെ ആരും വീഡിയോ എടുത്ത് തരാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ എടുക്കണേ. ഞാൻ ജസ്റ്റ് ഇവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് പോയി വിളിച്ചോണ്ട് വരാം. റിയാക്ഷൻ കാണും. ഓക്കെ, ഒരു വിധത്തിലും വരണില്ല. എന്തിനു വീഡിയോ ഒന്നും എടുക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങോട്ട് വാ. ചെറുതായിട്ട് കേക്ക് ഒന്ന് തലതിരിഞ്ഞു പോയി ഇരുന്നത്. അമ്മ ഇങ്ങനെ ഇരിക്കണം പോയി. ഇതൊക്കെ എപ്പോ വാങ്ങിച്ച നോക്ക്, കേക്കിന്റെ പോലെ നോക്കി. അത് കുഴപ്പമില്ല, നമ്മള് കേക്ക് നക്കിയില്ല തിന്നാണ്. നമ്മൾ പോയതിനെ പറ്റി വിഷമിക്കരുത്. എവിടുന്ന് ഏത് കടയെന്ന്? വിശാലിനൂടെ പോയത് കഴിഞ്ഞ ദിവസം. അതിന് അമ്മച്ചേരി എവിടെ നിനക്ക് ഇങ്ങനെ അറിയായിരുന്നു? പത്മത്തിനെ കൊള്ളല്ല. എങ്ങനെയുണ്ട് അമ്മ കളറ്? അച്ഛൻ പറഞ്ഞ അമ്മക്ക് ഇഷ്ടപ്പെടൂല. അമ്മക്ക് ഇഷ്ടമില്ലേ ഈ കളറ്? കണ്ടാ ചേരണ്. ഇതാകുമ്പോ ആരെ സെലക്ഷൻ ആയിരുന്നു? ഞാനും അവനും കൂടെ സെലക്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മ കൊണ്ടുവരുന്നേ. അമ്മ അച്ഛൻ എന്തിനാ അമ്മേനെ ബർത്ത്ഡേക്ക്? വേണ്ട, കേക്ക് കഴിച്ചാൽ കൃഷ്ണ പിടിച്ച കൈ വെച്ച് അവന്റെ നാട്യം വന്നിട്ട് മണം വന്നു. കച്ചറയാവാതെ കുറച്ചൊക്കെ അത് ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് അതിലൊക്കെ വ്ളോഗിലെ ആൾക്കാർക്ക് പോലും വ്ളോഗ് കാണുന്നവർക്ക് താങ്ക് യു ഗായ്സ് പറ. താങ്ക് യു ഗായ്സ്. താങ്ക് യു ഗായ്സ്. എന്തോന്ന്? ഹാപ്പി ബർത്ത്ഡേ. കളി പറഞ്ഞോണേ. നമ്മളെങ്ങോട്ടാണ്? അമ്മയില്ല, ഞങ്ങൾ നമ്മൾ 3 പേർ. എങ്ങോട്ടാണ്? സർപ്രൈസ് കൊടുക്കാൻ സ്റ്റേഷനെത്തി. ട്രെയിൻ കയറി പ്ലീസ്. It's not water, it's water. Huh? The R has to roll on matcha. Water. Hello.
ഗായ്സ് ഞാൻ ദാ ഇവിടെ എത്തി. എല്ലാവരും ഓരോ ക്ലാസ്സിന് പോയേക്കാണ് ഓരോരുത്തരും. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കണം. വിശക്കണം. ഞാൻ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുഡ് കഴിക്കണം. മതി 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 മതി. ഹായ് പ്രിയാൻഡി. ഇല്ല കഴിക്കൂല. ഞാൻ കഴിക്കൂല ആൻറ്റി മീന്. റോന്റെ അറിഞ്ഞു അവള് വിളിച്ച് പറഞ്ഞു. ഒരു ഡൗട്ടും ഇല്ല. അവൻ ഇവിടെ സദ്യയുടെ സ്നാപ്പ് ഇട്ടപ്പം ഇത് റിപ്ലൈ അയച്ചു. അപ്പൊ ഇവിടെ നോക്കിയപ്പോ മോളിലെ ഇടപ്പള്ളി എറണാകുളം നോക്കി. അപ്പൊ ഇവനെ വിളിച്ചോ. ഞാൻ നോക്കിയപ്പോ എന്തേലും ഓണ്. ഞാൻ വേഗം ഓഫാക്കി. Come, come. Hi. Hi guys. Hello. Clean shave with the boy. ഇതല്ലേ Should I repeat? No. Mona? അത് കട്ട് ചെയ്യണം. ഇല്ല. കട്ട് ചെയ്യണം. ഇന്നലെ ഇന്നലത്തെ ഫോട്ടോ ഉണ്ടാ ഇവിടെ സൈഡിൽ കാണിക്കും. ഇന്നലെ നല്ലതായിട്ടിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോ അപ്പം കൊള്ളാന്ന് പറഞ്ഞപ്പം പോയി ഒന്നും കൂടെ പെർഫെക്ഷൻ വരുത്തി പെർഫെക്റ്റ് ആക്കാൻ നോക്കി പാളിപ്പോയി. അവളെന്താ പറഞ്ഞടാ? ഈ മണ്ടൻ സ്നാപ്പ് ലൊക്കേഷൻ ഓണാക്കി അവൾ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഇവനിവിടെ ഉണ്ടെന്ന് അവൾ അറിഞ്ഞു. നമ്മളുണ്ടെന്ന് അറിയത്തില്ലല്ലോ. എന്നെ വിളിച്ച് നീ എന്താണ് അങ്ങനെ ആട്ടിനെ അറിയാമോ? അത് കണ്ടത് ഇല്ല 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 ഇല്ല. സൂം ചെയ്യും. അത് മതി ഏതായാലും മതി. അവിടെ സൂം ചെയ്യാം. ഇന്നലെ ഇങ്ങനെ ഇരുന്ന നല്ല ചെക്കനാണ്. ക്ലിയർ ഇപ്പം ഇങ്ങനെ ഇരിക്കണേ. എന്താ ചോദിച്ചാ? എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഷൂട്ടിൽ മേക്കപ്പിന് നിൽക്കണമെന്ന് പറഞ്ഞു. എടുത്തില്ലേ? ഇനി ഞാൻ നോക്കിയപ്പോൾ എന്നെ വിളിച്ചിട്ട് എടപ്പള്ളി എന്തിനാണ് അങ്ങനെയാണ് ആദ്യം വിളിച്ചു ചോദിച്ചത്. അപ്പം നീ എന്താ പറഞ്ഞു? ബബ്ബ അടിച്ചാ. ഓക്കെ ഗൈസ്, നമുക്ക് പുറത്ത് പോകണം. അവൾക്ക് ഡ്രസ് ലിപ്സ്റ്റിക് അവൾക്ക് ഡ്രസ്. ആരുടെ കൂടെ പോവാൻ? ഉറപ്പ്. ശരി, ഞാൻ മെട്രോ പോയിക്കോളാം. ഞാൻ മെട്രോ പോയിക്കോളാം. ഡ്രസ്സ് മേടിക്കാൻ പോണ സമയം. എടാ വെയിലില്ലേ ഇപ്പം? അങ്ങ് പോയാൽ കൊള്ളാം. ഹായ് ഗായ്സ്. യെസ്, ലെറ്റ്സ് ഗോ. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നു. ഞാൻ ഡ്രസ്സ് മേടിച്ചില്ലായിരുന്നു. എനിക്ക് അവള് വിഷ് ലിസ്റ്റ് വേറൊരു ഫ്രണ്ട് അയച്ചു തന്നു. പക്ഷേ വിഷ് ലിസ്റ്റ് എല്ലാം പൊട്ട ഡ്രസ്സ്. അതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകും. എനിക്ക് ലൊക്കേഷൻ അറിയത്തില്ല. എൻ്റെ ഇതിൽ മാപ്പില്ല. നമുക്ക് പോയി ഡ്രസ്സ് എടുക്കാം ഗൈസ്. എല്ലാം ആയി. വേറെന്തേലും വേണോ? ബർത്ത്ഡേ ഡ്രസ് എടുത്ത് അലഞ്ഞ് ഞാൻ ഒന്നും കിട്ടിയില്ല. തപ്പി തളം.
അവൾ ഫ്ലൈറ്റിൽ വന്നു. സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് നമുക്ക് ഫുൾ ഓഫ് സർപ്രൈസ്. ഡെക്കറേഷന്റെ സെക്കൻഡ് സെറ്റ് വാങ്ങിക്കാൻ വന്നിട്ട് ഇവിടെ പെരുമഴ. അതാ ഒരു ടേപ്പ് ഒരു ഇത് മേടിക്കാൻ വന്നേ, പെരുമഴ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് മഴ നനഞ്ഞാൽ എന്റെ സൗണ്ടിലെല്ലാം പോയി. ബലൂൺ ആ ചെയ് കുഞ്ഞി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നമ്മൾ സോനുയുടെ ബർത്ത്ഡേക്ക് എന്ത് മേടിക്കാൻ വന്ന്? മഴയൊക്കെ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഇരിക്കും നോക്ക് ഗൈസ്. ഏതോ ഡോറ് ഏതോ കട ആയിരിക്കും. ഡോറല്ല, കുരിശെ കൊണ്ട് കേട്ടാ. അതാണ് ഗേറ്റ് അടഞ്ഞത്. പ്രേതമുണ്ട്. ഇപ്പൊ ലൈറ്റ് അങ്ങ് പോവും. നമ്മൾ രണ്ടുപേരും ഇടിവെട്ടിവന്റെ തല പാമ്പ് കടിച്ചോ. ചത്ത് 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 ചത്ത്. കാലിത്തരപ്പ് കുറച്ച് കുറഞ്ഞില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ തിരിച്ചു നടന്നു വരെ കുറച്ചാ. ഇന്നത്തെ ഈ ഡേറ്റ് ഇനി നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അടിപൊളി ഒരു വണ്ടർഫുൾ ഡേ നമ്മുടെ ലൈഫിലുണ്ടായിട്ടില്ല. താങ്ക് യു സോനോ. ഇതുവരെ പതിവില്ലാത്ത സോനു ആദ്യമായിട്ട് കൊച്ചിയിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ഒരു ആവശ്യമില്ലാതെ കുട്ടികൾക്ക് എല്ലാവരും ഇത് വന്ന് മര്യാദയ്ക്ക് ഒരു കാഴ്ച ഇത് സാറ് കാരണം അന്നേരം മര്യാദയ്ക്ക് അവരുടെ സാർ അവർക്ക് മര്യാദയ്ക്ക് ലീവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊച്ചു ട്രിവാൻഡ്രത്ത് വന്ന് നമ്മളിപ്പം നമ്മുടെ നാട്ടില് വീട്ടില് കേക്ക് കഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് നടു റോഡിൽ പിച്ചക്കാരോ ആരോ വീടിന്റെ മുമ്പിൽ നമ്മളിരിക്കും. ഇംപ്രസായ ഹാപ്പി ബർത്ത്ഡേ സോനു, 2 words about your birthday. നീ പറ. പല്ല് തേച്ച രാവിലെ ഇനി പറ. 2 words about your birthday. പറ. Very nice birthday. Full of 150 words പറ. ഇനി ഒറിജിനൽ സ്ലാങ് പറ. എല്ലാരും നില്ല് കൊള്ളായിരുന്നു. എന്തോന്ന് ആരും വരില്ലാന്ന് വിചാരിച്ച്
ആരും കാണൂലെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാരും കൊള്ളായിരുന്നു. എല്ലാരും വന്നു. സർപ്രൈസ് ആയി. ഇനി ഒറിജിനൽ ആവ്. ഇതാണ് ഒറിജിനൽ. ഏതാണ് എല്ലാരും ആണെന്ന് പറയുന്നത് കേട്ടില്ലേ? അല്ലേ ശ്രേയ? അതെ അല്ലേ? അല്ലേ? റോഹൻ നീ പറ 2 words about സോനുന്റെ ബർത്ത്ഡേ. എന്ത് തോന്നിയിട്ടാണോ? അതല്ലേ നീ പറ നീ ഇപ്പുറത്ത് വാടി, ലൈറ്റ് ഇല്ലെങ്കിൽ വാ. ഡെക്കറേഷൻ ടീം ഡെക്കറേഷൻ ടീം. സോനു ഇതിന്റെ റിഫറൻസ് ഫോട്ടോ പിൻട്രസ്റ്റ് ചെയ്തെടുത്ത് കൊടുത്ത് അതുപോലെ എടുത്തുതരാൻ പറഞ്ഞ് സർപ്രൈസ് എല്ലാം മാനേജ് ചെയ്ത് വരൂ എല്ലാരും വാ. അസിസ്റ്റന്റ് പല്ലുവേദനയായിരുന്നു. പല്ലെവിടെ? പല്ലുവേദന ആയിപ്പോയി അല്ലേ? ഓക്കെ ഇനി നിന്റെ അഭിപ്രായം പറ. നമ്മള് കൊറേ അഭിപ്രായം പറഞ്ഞു, അതിനി വരും സസ്പെൻസ് അഭിപ്രായം.